നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ അയ്യന്തോൾ കളക്ട്രേറ്റിൻ്റെ അടുത്താണ്. മെയ് 1 നമ്മൾ നടത്തുന്ന പ്രോഗ്രാം ഉണ്ടല്ലോ, ട്രെയിനേഴ്സ് ട്രെയിനിങ്ങിൻ്റെ പ്രോഗ്രാമിൻ്റെ ഒരു കൂടിയാലോചനയ്ക്കായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഇപ്രാവശ്യം, ഇപ്പോൾ നമ്മൾ ഈ അസുഖം വരുന്നുണ്ട്, മരുന്ന് കഴിക്കുന്നുണ്ട്, ഇപ്രാവശ്യം എന്താണ് ഈ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള നിഖിൽ എന്താണ് ഇതിനെപ്പറ്റി പറയുന്നത്? അല്ല, ഞാൻ പറഞ്ഞിരുന്നു, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, എല്ലാവരും വരിക, നമുക്ക് ഒരുപാട് ഉപകാരങ്ങൾ നമ്മുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സെക്ഷനായിരിക്കും ഇത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും പങ്കെടുക്കുക, കംപ്ലീറ്റ് ആയിട്ട് തന്നെ പങ്കെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത്രയാണ് നമുക്ക് ഇപ്പോൾ നമ്മളുടെ ഒപ്പം ഉള്ളത് ജയപ്രകാശ് എന്ന് പറയുന്ന ഡോക്ടർ ജയപ്രകാശാണ്. ആൾ അസോസിയേറ്റ് പ്രൊഫസറാണ്. നമ്മുടെ ആംഗിളൈസിങ് സ്പണ്ടലൈറ്റിസ് അസുഖത്തെ ഏറ്റവും ശക്തമായ രീതിയിൽ നേരിട്ട് കൊണ്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം വലിയൊരു സെക്ഷൻ നമുക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ ഏത് സെക്ഷനാണ് അവർ എടുക്കുന്നത്, ഇതിൻ്റെ ആവശ്യകതയെ പറ്റിയിട്ട്, ഈ മാനസികപരമായിട്ടുള്ള ഈ ഒരു പ്രോഗ്രാമിൻ്റെ ആവശ്യകതയെ പറ്റിയിട്ട് ഒക്കെ എന്താണ് ജെപിയുടെ അഭിപ്രായം നമുക്ക് ചോദിക്കാം. ഹലോ, ഈ മെയ് 1 ഈ പരിശീലന പരിപാടി ഇപ്പോൾ നമ്മുടെ ആസിഫിൻ്റെ സ്ഥാപകനായിട്ടുള്ള സൈജുവും അതുപോലെ തന്നെ ആസിഫിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള നിഖിലും പറഞ്ഞതുപോലെ വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു പരിശീലനമായിരിക്കും 1 നടക്കുന്നത്. അതിൽ ഞാൻ സ്ട്രെസ് മാനേജ്മെൻറ്റ് എന്ന ഒരു വിഷയത്തെ സംബന്ധിച്ചായിരിക്കും ഞാൻ സംസാരിക്കുന്നത്. കാരണം AS പോരാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഏറ്റവും അധികം നേരിടുന്ന ഒരു പ്രശ്നം അവരുടെ ശാരീരിക അസ്വാസ്ഥ്യത്തെക്കാൾ ഉപരി മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളാണ്. അതിനെയൊക്കെ നമുക്ക് എങ്ങനെ നേരിടാം, എങ്ങനെ നമുക്ക് ജീവിതം മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതിന് നമുക്ക് ഏവർക്കും ഇത് പ്രയോജനപ്രദമാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എല്ലാവരും പങ്കെടുക്കുക. മെയ് 1 പരിപാടി നടത്തുന്നത്. വേദനിക്കുന്നവർ, ഭാരം വഹിക്കുന്നവർ എൻ്റെ അടുത്ത് വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന ക്രിസ്തുദേവൻ്റെ വാക്കുകൾ ഈ സമയത്ത് ഓർക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് ശാരീരികമായിട്ട് മാത്രമല്ല മാനസികമായിട്ടും വളരെ ഹെൽത്തായിട്ട് നിൽക്കേണ്ടതുണ്ട്. മെയ് 1 അമല മെഡിക്കൽ കോളേജിൽ നമുക്ക് വേണ്ടി ഒരു വലിയൊരു ട്രെയിനിങ് സെക്ഷൻ ഒരുങ്ങുകയാണ്. അപ്പോൾ എല്ലാവരും വരിക. ഡോണ്ട് മിസ് ഇറ്റ്. താങ്ക് യു.